നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാനിങ്ങനെ സംസാരിക്കാമെന്ന് വിചാരിച്ചത് നമ്മളുടെയൊക്കെ പ്രയോറിറ്റീസിനെ പറ്റിയാണ്. നിങ്ങളുടെയൊക്കെ ലൈഫിൽ എന്താണ് നിങ്ങളുടെ പ്രയോറിറ്റി? കാര്യം ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെയൊക്കെ ജീവിതം ഏറ്റവും നന്നായിട്ട് പോകണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ലൈഫിൻ്റെ ഒരു പ്രയോറിറ്റീസ് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യുവാണെങ്കിൽ ലൈഫ് അടിപൊളിയാവും. ഹെൽത്ത്, മണി, ഫാമിലി, വർക്ക്, ഡ്രീംസ്. നമ്മളിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനൊരു പല പല പ്രയോറിറ്റീസ് ഉണ്ട്. പക്ഷെ നമ്മുടെ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി എൻ്റെ ഒരു അഭിപ്രായത്തിൽ വേറെ ഒന്നുമല്ല, ഹെൽത്ത് തന്നെയാണ്. ഹെൽത്ത് ഇല്ലെങ്കിൽ ജീവിതത്തിൽ യാതൊരു കാര്യവുമില്ല എന്നാണ് ഇന്ന് ഈ ഒരു 50 വർഷമൊക്കെ പിന്നിട്ട് നിൽക്കുമ്പോൾ ഉറപ്പായിട്ടും എനിക്ക് പറയാൻ പറ്റാം. അതിന് ഫസ്റ്റ് വൺ ഹെൽത്ത് തന്നെയാണ്. ഇപ്പോൾ ഒരു ഹെൽത്ത് ഇല്ലാതെ നമ്മൾ ബിസി ആയിട്ട് പണത്തിൻ്റെ പുറകെയോ വർക്കിൻ്റെ പുറകെയോ അല്ലെങ്കിൽ ഫാമിലിക്ക് വേണ്ടിയോ നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയോ ഒക്കെ നമ്മൾ പണിയെടുക്കാറുണ്ട്. പക്ഷെ ഇതെല്ലാം ചെയ്താലും എന്തൊക്കെ കാര്യങ്ങൾ നേടിയാലും സത്യസന്ധമായിട്ട് പറഞ്ഞാൽ നമ്മളുടെ ഹെൽത്ത് ഒരു പ്രയോറിറ്റി ലിസ്റ്റിൽ നമ്പർ 1 ആയില്ലെങ്കിൽ, നമ്മൾ നമ്മളെ സ്നേഹിച്ചില്ലെങ്കിൽ, നമ്മളുടെ ആരോഗ്യത്തിന്, നമ്മളുടെ മെൻ്റൽ ഹെൽത്തിന്, നമ്മളുടെ ആ ഒരു സോളുമായിട്ടൊരു കണക്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ഈ ഒരു ഭൂമിയിലേക്ക് വന്നേക്കണത് എന്നൊരു കണ്ടെത്താനായിട്ട് കുറച്ചെങ്കിലും സമയം കൊടുത്തില്ലെങ്കിൽ ജീവിതം ഉണ്ടല്ലോ നഷ്ടമായി പോകും. കാശ് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ജോലി പോയാൽ പുതിയ ജോലി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സ്വപ്നങ്ങൾ ശരിക്കും നമ്മളെ സംബന്ധിച്ച് നീട്ടി വയ്ക്കാം. എപ്പോൾ വേണമെങ്കിലും നമ്മൾക്ക് ഏത് സ്വപ്നവും നമുക്ക് റിയാലിറ്റി ആക്കാം. എല്ലാം നമ്മളെ സംബന്ധിച്ച് നമ്മൾക്ക് മാറ്റിവെക്കാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ നമ്മളുടെ ഹെൽത്ത് ബ്രേക്ക് ചെയ്താൽ, ഹെൽത്ത് ഇല്ലാത്തൊരവസ്ഥ വന്നാൽ എനിക്ക് തോന്നുന്നു ലൈഫ് തന്നെ കൊളാപ്സായി പോകും. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ഒരു കരിയർ വളരെ ഹെൽത്തി ആയിട്ടുള്ളത് ഞാൻ ഇപ്പോൾ ഒരു ബിസിനസ്സിലേക്കൊക്കെ വന്നു 19 വയസ്സിൽ. അപ്പം ആ ഒരു ബിസിനസ് നല്ല ഗ്രോത്തിലേക്ക് പോവുകയും വളരെ നല്ല രീതിയിലേക്ക് ബിസിനസ്സിൽ മാത്രം ഫോക്കസ് ചെയ്യുകയൊക്കെ ചെയ്ത് ഹെൽത്തിന് ഒട്ടും പ്രാധാന്യം കൊടുക്കാതെ കിട്ടാവുന്ന ജങ്ക് ഫുഡൊക്കെ കഴിച്ച് വായുടെ രുചിക്കുള്ള കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് നന്നായിട്ട് ജീവിച്ച കുറേ വർഷങ്ങളുണ്ട്. എറണാകുളത്ത് വന്ന ആ ഒരു 93, 98, 99 കാലഘട്ടം തിരിഞ്ഞു നോക്കിയാൽ ആ ഒരു ഹെൽത്ത് എന്നുള്ള പ്രയോറിറ്റിയെ ശ്രദ്ധിക്കാതിരുന്നപ്പോൾ കാശുണ്ടാക്കാൻ പറ്റി, കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റി, ഫാമിലി ഉണ്ടാക്കി, എല്ലാം ഉണ്ടായി. സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബിസിയായി, എവറിത്തിങ് അടിപൊളിയായിരുന്നു. പക്ഷേ ആസ്മ വന്നു, ഹെൽത്ത് ഒരു രക്ഷയില്ലാത്തൊരവസ്ഥയിലേക്ക് മൂവ് ഔട്ട് ചെയ്തപ്പോൾ ലൈഫ് മൊത്തത്തിൽ കൊളാപ്സായി. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നമ്മുടെയൊക്കെ ലൈഫിൽ ഒത്തിരി കാശുണ്ടായി, പക്ഷേ ഹെൽത്ത് ഇല്ലെങ്കിൽ ആ കാശ് കൊണ്ട് എന്താ ഗുണമുണ്ടാവണേ? നമ്മൾക്ക് ഒത്തിരി സക്സസ് ഉണ്ടാക്കാൻ പറ്റി, പക്ഷെ നമ്മളുടെ ഹെൽത്തി അല്ല, നമ്മൾക്ക് ജീവിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണെങ്കിൽ ആ സക്സസ് കൊണ്ട് വല്ല ഗുണമുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ഹെൽത്തിനെ ത്യജിക്കുന്നുണ്ടെങ്കിൽ ആ സ്വപ്നം നേടിക്കഴിഞ്ഞാൽ നമ്മളുണ്ടാവുമോ? അപ്പം നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം നമ്മൾ തന്നെയാണ്. നമ്മുടെ ലൈഫിൽ നമ്മളെ ഇഷ്ടപ്പെടാനും നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സമയം കൊടുക്കാനും നമ്മൾ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ നമ്പർ 1 നമ്മൾക്ക് തന്നെ ആവണം. അതിനേക്കാൾ കൂടുതൽ വേറെ ഒരാളെ സ്നേഹിച്ചാലും വേറെ ഏതൊരാൾക്ക് ഓവർ ഗിവ് ചെയ്താലും നമ്മളൊരു പിച്ചക്കാരൻ്റെ അവസ്ഥ എത്തുള്ളൂ. ആരും നമ്മളുടെ കൂടെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എക്സോസ്റ്റഡ് ആവും, കൊളാപ്സ് ആവും. അൾട്ടിമേറ്റ് നമ്മുടെ ബോഡിയും മൈൻഡും എല്ലാം കയ്യിൽ നിന്ന് പോണ അവസ്ഥ വരും. അപ്പം നാളെ ഹെൽത്ത് നന്നാക്കാം, പൈസ ഉണ്ടാക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യാം, അങ്ങനെ പറയാതിരിക്കുക. പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിക്ക്
റെസ്റ്റ് കൊടുക്കുക. നിങ്ങളുടെ മൈൻഡിന് റെസ്റ്റ്, ഒരു സമാധാനം കൊടുക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം കൊടുക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്താലുണ്ടല്ലോ ലൈഫിൽ നമുക്ക് സ്ട്രോങ് ആയിട്ട് നമ്മുടെ ജീവിതത്തെ പണിയാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡിയും ഹെൽത്തി ആയിട്ടുള്ള മൈൻഡും നമ്മൾക്ക് നേടാൻ പറ്റിയാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയുള്ളവരുടെ ലൈഫിലേക്ക് എന്ത് വരും? ഓട്ടോമാറ്റിക്കലി സക്സസ് വരും, പണം വരും, നല്ല ഫാമിലി ഉണ്ടാവും, നമ്മുടെ സ്വപ്നങ്ങളെല്ലാം റിയാലിറ്റി ആക്കാൻ പറ്റും. അപ്പം എന്തായാലും പ്രയോറിറ്റിയിൽ നമ്പർ 1 ഹെൽത്ത്. ഹെൽത്തിനെ മറന്നിട്ട് ജീവിക്കാതിരിക്കുക. നിങ്ങളുടെ ഒപ്പീനിയൻ പറയാൻ മറക്കരുത്. കാര്യം എന്താണെന്നറിയാമോ? ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് എൻ്റെ ഹെൽത്തിന് തന്നെയാണ്. ആ ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ജീവിതം എനിക്ക് തന്ന സന്തോഷവും ആ ഒരു ഫ്രീഡവും ആ ഒരു ചോയ്സും ഒക്കെ ഇന്ന് എൻ്റെ ലൈഫിൽ കുറേ കൂടി മികവോടെ ജീവിക്കാൻ, അർത്ഥവത്തായിട്ടൊരു ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ എന്നെ ഒത്തിരി സഹായിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കമൻറ്റ് ഒന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. കാരണം നമ്മൾ ഒരു ഡെത്ത് ബെഡിലൊക്കെ എത്തുമ്പോൾ തിരിഞ്ഞു നോക്കിയിട്ട് റിഗ്രറ്റായിട്ട് ഞാൻ എൻ്റെ ജീവിതം ജീവിച്ചില്ലല്ലോ എന്നുള്ളൊരു നഷ്ടബോധം വരുത്തുന്നതിനേക്കാൾ എളുപ്പമാണ് ഇന്നത്തെ ദിവസം നമ്മുടെ ലൈഫിൽ ആ ഒരു പ്രയോറിറ്റി ലിസ്റ്റിൽ നമ്മൾക്ക് വേണ്ടിയിട്ട് നല്ല തീരുമാനങ്ങൾ എടുക്കാനും നമ്മൾക്ക് വേണ്ടിയിട്ട് ജീവിക്കാനും ഒരു 1 hour മാറ്റിവെച്ചാൽ ലൈഫ് മാറും. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ ലൈഫിനെ മാസ്റ്റർ ചെയ്യാൻ സപ്പോർട്ട് വേണമെങ്കിൽ ഉറപ്പായിട്ടും ലൈഫ് കോച്ച് അക്കാഡമിയിലേക്ക് വരിക. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, നിങ്ങളെ കൈ പിടിക്കാനായിട്ട് ഹെൽത്തിൽ, വെൽത്തിൽ, റിലേഷൻഷിപ്പിൽ, കരിയറിൽ, മണിയിൽ, ഈ 4 ഏരിയാസിലും ഒരു റിച്ച്നെസ് കൊണ്ടുവരാൻ, അബണ്ടൻസ് എങ്ങനെ ലൈഫിൽ അട്രാക്റ്റ് ചെയ്യാമെന്നുള്ളത് ലോ ഓഫ് അട്രാക്ഷൻ പഠിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തെ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്, എഫേർട്ട്ലെസ് ആയിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. അപ്പോൾ കൂടുതൽ നമ്മളുടെ ഒരു കോച്ചിങ് സപ്പോർട്ട് വേണമെങ്കിൽ, കൗൺസിലിംഗ് സപ്പോർട്ട് വേണമെങ്കിൽ, നിങ്ങളുടെ ഒരു മൾട്ടിപ്പിൾ ഇൻകമുള്ള ഒരു ഗ്രോത്തുള്ള ഒരാളായിട്ട് മാറണം, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇമോഷണലി ഒരു ഇൻഡിപെൻഡൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇന്ന് ഞാനൊരു പിങ്ക് സാരി കൊടുത്തിട്ട് വന്നേക്കണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുപ്പികളൊക്കെ ഇടാനായിട്ട്. അപ്പോൾ ഇന്ന് കുപ്പികളൊക്കെ ഇട്ട് ആണ് വന്നേക്കുന്നത്. നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരു ഇഷ്ടം എന്നുള്ളത് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കാര്യം ഈ ജീവിതം എന്ന് പറഞ്ഞാൽ അത്രയും ചെറിയൊരു ജീവിതമാണ് നമ്മുടെ. അപ്പം നമ്മളുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളിൽ നമ്മൾ താല്പര്യം കാണിക്കുകയും ആ കാര്യങ്ങളൊക്കെ നടത്തി നമ്മൾ ജീവിക്കുകയും ചെയ്യുമ്പോഴേ ആ ജീവിതത്തിനുണ്ടല്ലോ ഒരർത്ഥമുണ്ട്. ഒരു സന്തോഷം ഉള്ള, ഒരു അകത്ത് സന്തോഷമുള്ളൊരു ജീവിതം ജീവിക്കാൻ നമ്മളെ പ്രാപ്തരാക്കും ഈ കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങളിൽ നമ്മൾക്ക് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഡിസിഷൻ പറയാൻ മറക്കരുത്. ഹെൽത്ത് മറന്ന് ജീവിക്കണ ഒത്തിരി ആൾക്കാർ ഈ ഒരു കമ്മ്യൂണിറ്റിയിലുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാനും, നിങ്ങളെ ഇഷ്ടപ്പെടാനും, നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും മികച്ച തീരുമാനങ്ങൾ എടുക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. ലവ് യു.